നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. തകർപ്പൻ പ്രകടനമാണ് ബ്രസീൽ നടത്തിയത്. ലണ്ടനിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് സെനഗലിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ആഫ്രിക്കൻ വമ്പന്മാർക്കെതിരെ എസ്റ്റവായോ വില്യനും കാസമിറോയുമാണ് ബ്രസീലിൻ്റെ ഗോളുകൾ കണ്ടെത്തിയത്. എസ്റ്റവായോ മാജിക് ആണെന്ന് പറഞ്ഞത് കാർലോ ആഞ്ചലോട്ടിയാണ്. ഇന്നലത്തെ കളിക്ക് ശേഷം ഈ പ്രായത്തിൽ ഈ ലെവലിൽ അവൻ കളിക്കുന്നത് സർപ്രൈസിംഗ് ആണ്. അവൻ്റെ കയ്യിൽ ഒരുപാട് മാജിക് ഉണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ബ്രസീലിൻ്റെ ഭാവി അവനുള്ളപ്പോൾ ഗ്യാരൻറ്റീഡാണ് എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞത്. ഏതായാലും മിന്നും പ്രകടനമാണ് താരം നടത്തുന്നത്. ടീം ഒന്നടങ്കം അങ്ങനെ തന്നെ കളിച്ചു എന്ന് വേണം പറയാൻ. കളിയിൽ സെനഗൽ തോൽക്കുമ്പോൾ 31 മത്സരങ്ങൾ അൺഡിഫീറ്റഡ് ആയിരുന്നു അവർ നോക്കുക. കഴിഞ്ഞ 31 മത്സരങ്ങൾ അവർ തോറ്റിട്ടില്ല. ബ്രസീലിനോട് ഇപ്പോൾ ആ ഒരു തോൽവി അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ട്രീക്ക് അവസാനിച്ചിരിക്കുകയാണ്. 2023 സെപ്റ്റംബർ മാസത്തിൽ അൾജീരിയക്കെതിരെയാണ് അവരിതിനു മുമ്പ് അവസാനമായി തോറ്റത്. പിന്നെ 21 വിജയങ്ങളും 10 സമനിലകളും ഒക്കെയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്ന ആഫ്രിക്കൻ വമ്പന്മാരെയാണ് ഇപ്പോൾ ബ്രസീൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. മത്സരത്തിൽ ബ്രസീലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് മാത്യൂസ് കുഞ്ഞ, വിനി ജൂനിയർ, റോഡ്രിഗോ, എസ്റ്റവായോ എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. മറുഭാഗത്ത് സാദിയോ മാനയെ മുന്നിൽ നിർത്തി, ഒപ്പം സാറും എൻഡിയായും ഒക്കെ ചേർന്നുകൊണ്ട് മികച്ച സ്കോഡും കൊണ്ട് തന്നെയാണ് സെനഗലും ഇറങ്ങിയത്. കളിയുടെ 28ാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറക്കുന്നത്. എന്തൊരു കിടിലൻ ഫിനിഷിംഗ് ആയിരുന്നു എസ്റ്റവായോയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അങ്ങനെ ബ്രസീൽ ലീഡെടുക്കുന്നു. 35ാമത്തെ മിനിറ്റിൽ 2ാമത്തെ ഗോൾ. ഇത് റോഡ്രിഗോയുടെ കിടിലൻ ഫ്രീ കിക്കാണ്. അതനുസരിച്ച് മുന്നോട്ട് വന്ന കാസമിറോയുടെ മികച്ച ഫിനിഷിംഗ് കൂടിയായപ്പോൾ 2-0 ബ്രസീലിന് മുന്നിൽ. ഇടവേള സമയത്ത് 2-0 ലീഡുമായിട്ടാണ് ബ്രസീൽ കളിക്കളം വിട്ടത്. രണ്ടാം പകുതിയിൽ വീണ്ടും നീക്കങ്ങളൊക്കെ നടന്നെങ്കിലും ഗോളുകൾ പിറക്കാതെ പോയി. മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. ജാവോ പെഡ്രോ കളിക്കളത്തിലേക്ക് വന്നു. അതുപോലെ എസ്റ്റവായോ പിൻവലിച്ച് ലൂയിസ് എൻറിക്ക വന്നു. റോഡ്രിഗോക്ക് പകരം ലൂക്കാസ് പക്കേറ്റ അവസാന ഘട്ടത്തിൽ വന്നു. വിനി ജൂനിയറെ മാറ്റിയിട്ട് അവസാനം കായോ എൻറിക്ക വന്നു. സാൻഡ്രോക്ക് പകരം ഫബ്രീസിയോ ബ്രൂണോ ഇറങ്ങി. അങ്ങനെയൊക്കെ സംഭവിച്ചു. മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നല്ലാതെ ഗോളുകൾ പിന്നീട് വന്നില്ല. എന്തായാലും മികച്ചൊരു വിജയമാണ് വമ്പൻ ടീമിനെതിരെ ബ്രസീൽ നേടിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.